പ്രിയ സിംഹകുട്ടി പ്രേക്ഷകരെ, ഇന്ന് ഒരു മലയാള ചിത്രം കണ്ടു കുടുംബമായിട്ട്. ബ ഭ ബ, ഭയം, ഭക്തി, ബഹുമാനം. ദിലീപും മോഹൻലാലും അഭിനയിച്ച സിനിമ ട്രിവാൻഡ്രത്തെ ഏരീസ് പ്ലസ് എന്നാണ് കണ്ടത്. അവിടെ തന്നെയാണ് ഇന്ന് അവതാറും കണ്ടത്. അവതാർ കണ്ടതിന് ശേഷം ഏരിയസ് പ്ലസ് എന്ന് കണ്ട സിനിമയാണ്. ഈ സിനിമ അത്യാവശ്യം ഇപ്പോൾ 25 കോടി കളക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിലീപിന്റെ ഒരു തിരിച്ചുവരവ് എന്ന് പറയാം, തിരിച്ചുവരവെന്ന് പറയാൻ പറ്റിയ ഒരു സിനിമയാണ്. അപ്പൊ ഈ സിനിമയെ കുറിച്ച് എൻ്റെ അടുത്ത് നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ കൊള്ളാമോ എന്ന് ചോദിച്ചാൽ അതിന് 2 ആൻസർ എനിക്ക് പറയേണ്ടി വരും. ഒന്ന്, ഈ പടം തുടങ്ങി ഇന്റർവെല്ല് വരെ നല്ല കൂറപ്പടമാണ്. അങ്ങനെ തന്നെ പറയേണ്ടത്, നല്ല ഒന്നാം തരം കൂറപ്പടം. പടം സ്റ്റാർട്ട് ചെയ്ത് ഇന്റർവെല്ല് വരെ, ഇന്റർവെല്ലിന് ശേഷം പടം നന്നായിട്ടുണ്ട്. പടം തുടങ്ങി ഇന്റർവെല്ല് വരെ ഒരു വിധത്തിലും സീരിയൽ നിലവാരം പോലും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും, ഇന്റർവെല്ല് വരെ. പക്ഷെ ഇന്റർവെല്ല് കഴിഞ്ഞതിന് ശേഷം പടത്തിൽ പറയുമ്പോൾ ഒരു ലോജിക് ഒന്നുമില്ലാത്ത നല്ല സമയം ടൈം പാസ് ചെയ്യാൻ പറ്റിയ പടം. ഇന്റർവെല്ലിന് ശേഷം 1.5 മണിക്കൂറുണ്ട്. ആ 1.5 മണിക്കൂർ നല്ല ടൈം പാസ്സാണ്. ഇന്റർവെല്ലിന് മുമ്പേ 1 മണിക്കൂർ ഉണ്ട്, 1 മണിക്കൂർ സംതിങ്. ആ 1 മണിക്കൂറും നല്ല കാത്തിലാകുവാണ്. പിന്നെ ഇത് എൻ്റെ അഭിപ്രായമാണ്. പക്ഷെ പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ സിനിമ പോണത് ഒരു വീഡിയോ ഗെയിം. നിങ്ങളൊരു വീഡിയോ ഗെയിം കളിക്കില്ലേ, പബ്ജിയൊക്കെ കളിക്കൂലേ? പബ്ജിയൊക്കെ പഴയ ഗെയിം. നിങ്ങളൊരു 3 മിനിറ്റുള്ള 2 മിനിറ്റ് അല്ലെ 2-3 മിനിറ്റ് കൊണ്ട് ടക്കണ തീരുന്ന വീഡിയോ ഗെയിമുകളുണ്ടല്ലോ. അങ്ങനെ ഒരു വീഡിയോ ഗെയിം കളിച്ചാൽ എങ്ങനെ ഇരിക്കും? അതേപോലത്തെ ഒരു വീഡിയോ ഗെയിം മൂവിയാണതൊരു. അങ്ങനെ ഒരു വീഡിയോ ഗെയിം പോലെ കണ്ടാൽ മതി. അപ്പൊ അങ്ങനെയാണ് ഈ പടം പോണത്. ഒരു വീഡിയോ ഗെയിം പോലെയാണ് ഇതിന്റെ പോക്ക്. ഇന്റർവെല്ലിന് ശേഷം മാത്രമാണ് ഈ പടം ഇത്തിരി നല്ല ഒരു എന്റർടൈൻമെന്റിലോട്ട് പോണത്. ബാക്കിയെല്ലാം ഒരു വീഡിയോ ഗെയിം ലെവലിൽ പോണതുകൊണ്ട് ന്യൂജൻ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ന്യൂജൻ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ രീതിയിലാണ് പടം മേക്ക് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിലും ഒരു ഓവർ എക്സ്പെക്ട്, വളരെ വേഗത്തിൽ പോകുന്ന, എന്ത് പറയണേ, ഒരു കമ്മിറ്റഡ് അല്ലാത്ത, ഒന്നിനോട്